ഇവന്റെയൊക്കെ ഒരു എന്റെ പൊന്നെ കൊതുകുത്തിയായിരുന്നു. ഞാൻ വിചാരിച്ച അപ്പുറത്ത് സുരേഷ് വന്ന് തന്നെ വെട്ടിയായിരിക്കും വടിവാളിന്. സുരേഷ്? അപ്പുറത്തെ വീട്ടിലെ സുരേഷേ. എവിടുത്തെ സുരേഷ്? അവന്റെ വീടിന്റെ അതിരുകല്ല് മാന്തി എന്ന് പറഞ്ഞ ആ ചെറുക്കനെ പുറകെ വടിവാളുമായിട്ട് നടക്കുവാ. ഞാനങ്ങും മാന്തിട്ടില്ല, എന്റെ അമ്മച്ചാണ് സത്യം. രക്ഷിക്കണേ, ആശാന്റെ ശിഷ്യന്മാര് കണ്ണുകുത്തി പൊട്ടിക്കണു. എടാ കണ്ണുകുത്തി പൊട്ടിക്കല്ലേ, ഇവന്റെ കണ്ണിലെ കരട് അവൻ എടുക്കുന്നു. ആശാൻ എന്നെ ഒന്ന് രക്ഷിക്കണം. എന്തേ? രക്ഷിക്കുന്ന കാര്യമാണ് എന്നോട് പറയണ്ട, ശിക്ഷിക്കുന്ന കാര്യമാണ് പറഞ്ഞാൽ മതി. അങ്ങനെ പറയില്ലേ, ആശാൻ എന്നെ ഒന്ന് രക്ഷിക്കണം. 5-6 പേര് എഴുതി പട്ടിയെ തല്ലുന്ന പോലെ തല്ലി എന്റെ കൈയൊക്കെ കണ്ടോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് അവരെ തിരിച്ചു തല്ലണം. നിനക്ക് തല്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? നിനക്കങ്ങ് പോയി തല്ലിയാ പോരെ? എനിക്കല്ല, എനിക്ക് വേണ്ടി ആശാൻ പോയി അവരെ കൂലിക്ക് തല്ലണം. അതിന് എന്ത് അലവ് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ വീട് വിറ്റിട്ട് ഞാൻ കാശ് തരും, എന്നിട്ട് ഞാൻ പോയി വാടകയ്ക്ക് താമസിക്കും. പക്ഷേ വാടക ആശാൻ കൊടുക്കണം. ആഹാ, ഈ കൊട്ടേഷൻ എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്, എന്നെ ഉപേക്ഷിക്കരുത് ആശാന്. ഇത് ഭയങ്കര ശല്യമായല്ലോ. ആട്ടെ, നിന്നെ ആരാ തല്ലിയത്? എന്നെ തല്ലിയത് സമൂഹത്തിലെ ഉന്നതന്മാരെ അറിയാവാ. ഞാനറിയാത്ത ഉന്നതന്മാരാണ് ഇവിടെ ഉള്ളത്. രാഷ്ട്രീയക്കാരെ എന്നെ തല്ലിയത് അറിയാവാ. പിന്നെ 3-4 ചെറുപ്പക്കാരും. രാഷ്ട്രീയക്കാരെ തല്ലാനൊന്നും ഞാനല്ല കേട്ടോ. പിന്നെ മറ്റേ പിള്ളേരുടെ കാര്യം അതെന്റെ പിള്ളേര് നോക്കിക്കോളൂ. കൊള്ളാം, അടിയിന്ന് കേട്ടപ്പോ ഇവന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടോ. ഫാസ്റ്റ് ടീം. ഇതിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ആശാന് രാഷ്ട്രീയക്കാരെ പേടിയാന്ന്. എനിക്ക് രാഷ്ട്രീയക്കാരെ പേടിയൊന്നും ഇല്ല. പിന്നെ എടാ, ഇത്രയും വൃത്തികെട്ട പരിപാടി വല്ലവരും ചെയ്യുവോ? ഇതിനൊക്കെ നല്ല വല്ല പെമ്പിള്ളാരെ തല്ലു മേടിക്കുന്ന അന്തസ് അറിയാവോ? അയ്യോ, അതെന്താ? പിന്നെ നീ ആയതുകൊണ്ടാണ് ഈ തല്ലു മേടിച്ചത്. ഞാനായിരുന്നു കൊണ്ടല്ലോ ഈ പാദം ഇവിടെ ഇരുന്നേനെ. ചാടി പെടലിക്ക് പെടലിക്ക് ചവിട്ടുന്നല്ല, ഒറ്റ ഓട്ടമാ. ഓടുന്ന ഓട്ടത്തിൽ ഈ പാദം ഇവിടെ വരും. അത്ര സ്പീഡാ ഓട്ടത്തിൽ. ചീറ്റപ്പുലി ഓടുന്ന പോലെ. ചീത്തപ്പുലി അല്ല, നല്ല പുലി ഓടുന്നതാണ് ഞാൻ ഓടുന്നത്, അറിയാവോ? ഞാനൊരു സത്യം ചോദിച്ചോട്ടെ, ആശാൻ ഈ കൊട്ടേഷന്റെ ആള് തന്നെയാണോ? എന്നെ കണ്ടിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ല? എടാ, ഈ ശരീരത്തിലൊന്നും ഒരു കാര്യമില്ല. ഒരാളായാൽ മനസ്സ് വേണം. മനസ്സുണ്ട് ഇവിടെ ആർക്കും എന്തും ചെയ്യാം. ആശാൻ ഞാൻ ഏൽപ്പിച്ച കാര്യം എപ്പ ചെയ്യും? എന്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് നടക്കുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. എന്റെ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ വരെ നടന്നത് രാത്രി 12 മണിക്ക്, അറിയാവോ? ആശാൻ ഈ പകല് ചെയ്ത എന്നെ കുഴപ്പം? പകല് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അത് എന്തുകൊണ്ട് ഈ പറ്റത്തില്ലെന്ന് പറയുന്നത്? പകല് ചെയ്ത രക്തം കണ്ട എനിക്ക് തലകറങ്ങുന്നു. ഈ രക്തം കണ്ട തലകറങ്ങുന്ന ടീമാണോ എന്നെ തല്ലിയോലെ തല്ലാൻ പോകുന്നത്? എനിക്ക് വിശ്വാസമില്ല. നീ കൊട്ടേഷൻ സിനിമ കണ്ടോ? ഞാൻ കണ്ട്. ആചാരം അഭിനയിച്ചിട്ടുണ്ടായില്ലേ? ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. നീ കൊട്ടേഷൻ കണ്ടില്ല? ഞാനും കൊട്ടേഷൻ കണ്ട്. ഞാനും കൊട്ടേഷന്റെ ആള് തന്നെ, അറിയാവോ? ആചാൻ ഇന്ന് വരെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? കൊന്നിട്ടുണ്ടോ? എടാ, കടയ്ക്കൽ റോബിൻ, മനക്കൽ സാഗർ, ഇല്ലിക്കൽ റൈനോൾഡ്, ഇവന്മാരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ക്ലോസ് ആക്കിയവനെ ഞാൻ, അറിയാവോ? ഇത്രയും ദാതാക്കന്മാരെ ആചാൻ ഒറ്റ രാത്രി കൊണ്ട് കൊന്നോ? ഇവന്മാരൊന്നും ദാതാക്കന്മാരല്ല. പിന്നെ തൊട്ടടുത്ത് വീട്ടിലെ പട്ടികളില്ലേ, ഒരു ദിവസം ഞാൻ എല്ലാത്തിനും വിളിച്ച് ചോറിനകത്ത് വിഷം കലക്കി കൊന്നു കളഞ്ഞു. എന്ത് ശല്യമാണെന്നറിയാവോ? ഇതെല്ലാം നടക്കാൻ പറ്റത്തില്ല പട്ടികൾ കാരണം. കേവലം ഒരു പട്ടിയെ കൊന്നതാണ് ഇത്ര കഴുത്തി പറഞ്ഞത്. എനിക്ക് ആശാന് വിശ്വാസമില്ല. എടാ, പട്ടിയെ മാത്രമല്ല, ഞാൻ പലരെയും ഞാൻ തല്ലിയിട്ടുണ്ട്, അറിയാവോ? ആരെ തല്ലിയിട്ടുണ്ടെന്നാ? എടാ, ഈയിടെ കീരിക്കാരൻ ജോസിന് ഒരു അടി കൊടുത്തിട്ടേ 7 ദിവസം ആശുപത്രി കിടന്നത്, അറിയാവോ? ആര്? ഞാൻ. എന്റെ 2 കൈ ഒടിഞ്ഞു പോയില്ലടാ. ആണല്ലേ? ഈ കൊട്ടേഷൻ തരാൻ ആശാന് എനിക്ക് വിശ്വാസമില്ല. എടാ, ഒരു കൊട്ടേഷൻ വരുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടി എന്താണെന്നറിയാവോ? വിശ്വാസം അല്ല, അഡ്വാൻസ്. ആശാൻ ഈ കൊട്ടേഷനൊക്കെ വെളിയിൽ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി നടക്കുമ്പോ സൂക്ഷിക്കണം. അതെന്താ? ശത്രുക്കളൊക്കെ വല്ലതും ചെയ്യും. എടാ, എനിക്കാരും പേടിയില്ല. അതെന്താ? എടാ, ഞാൻ എവിടെ പോയാലും എന്റെ അരയിലൊരു കഠാര കാണും. ഓ, കഠാരമുള്ളവരുടെ പേടിയില്ലല്ലേ? അഥവാ എന്തെങ്കിലും വന്നു പോയാ ഈ കഠാര അങ്ങോട്ട് വലിച്ചൂരിട്ടുണ്ടല്ലോ, തന്നെത്താൻ കുത്തി ഞാൻ ചത്തുകളയും. അല്ലാതെ എനിക്ക് വൈ വല്ലോന്റെ കുത്തുകൊണ്ട്